ഹലോ എവരിവൺ, വെൽക്കം ടു ലിജോസ് ന്യൂ ബിഗിൻ വേൾഡ്. ഞങ്ങളിന്ന് വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയേക്ക, ഒരു ഈവനിങ് വോക്കിന് ഇറങ്ങിയേക്കാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകിൽ ഒരു റിസർവ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കടലിൻ്റെ അടുത്ത് നമ്മുടെ വീടെന്ന് പറഞ്ഞില്ലായിരുന്നു, ഒരു ഉൾക്കടലുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മുടെ വീട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് വൈകുന്നേരം പിള്ളേർക്ക് ഹോളിഡേയ്സ് ആണ്, അപ്പം എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, പിള്ളേർ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ബൈക്കൊക്കെ റൈഡ് ചെയ്യാനുള്ള പാത്തൊക്കെ ഉണ്ട്. അപ്പം പിള്ളേർക്കും ഒരു എൻജോയ്മെൻ്റ് ആണ്. പിന്നെ ഞങ്ങൾക്കൊരു വാക്കിങ്. കുറേ നാളായി, ഈ തണുപ്പൊക്കെ ആയിരുന്നുകൊണ്ട് നടക്കാനും ഇറങ്ങത്തില്ലായിരുന്നു. ഇപ്പം ശരീരമൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. എനിക്ക് ഇപ്പോഴും സ്റ്റിൽ നല്ല കാറ്റുണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്. അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് ചെവിയൊക്കെ മൂടി വെച്ചേക്കുക, ബസ്സൊന്നും വരാണ്ടിരിക്കുക. നല്ല ഭംഗിയാട്ടോ ഇവിടെ കാണാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിലും ന്യൂസിലൻഡ് നിറച്ച് മലയും കുന്നും, അതും പച്ചപ്പും, പിന്നെ കുറെ എന്താ പറയണേ റിവേഴ്സും കടലും ഒക്കെ ഉണ്ട്. എന്നുവെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ അതിനനുസരിച്ച് കാലാവസ്ഥ ഒത്തിരി ചേഞ്ചസും ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ ജീവിക്കാൻ സുഖമുള്ള രാജ്യമാണ്. ഹലോ പറഞ്ഞേ. നോക്കിക്ക് ഇവിടെ റിസർവില് പല ടൈപ്പിലുള്ള മരങ്ങൾ കണ്ട. ഇവിടുത്തെ മരങ്ങളൊക്കെ ഒത്തിരി പഴക്കമുള്ള മരങ്ങളാണ്, വലിയ വലിയ മരങ്ങളാണ്. ഇത് കണ്ടോ, പല ടൈപ്പിലുള്ള മരങ്ങൾ. ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഉൾക്കടലാണ്. ഇതിന് തൊട്ടപ്പുറത്തായിട്ടാണ് ഓക്ലാൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ചിലപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും ഫ്ലൈറ്റൊക്കെ പോകുന്നു. ഇപ്പോൾ ഡയറക്റ്റ് സൂര്യൻ അവധി ആയതുകൊണ്ട് അവിടെ ആയതുകൊണ്ടൊന്നും ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. നേരെ ഡയറക്റ്റ് ലെൻസിലേക്കാണ് സൂര്യപ്രകാശം അടിക്കുന്നത്. ഇതാ കാണുന്ന അവിടെയാണ് നമ്മുടെ വീട്. അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള റിസർവാണ്. ഇവിടെ നിന്ന് നല്ല വെതറൊക്കെ വരുമ്പോൾ നമ്മൾ ഈവനിങ്ങിന് അല്ലെങ്കിൽ മോർണിംഗ് വാക്കിനും ഒക്കെ നടക്കാനിറങ്ങും. നല്ല രസം, നല്ലൊരു കാഴ്ചകൾ. എല്ലാം ഒരു നല്ല പുൽമേട. ഇവിടെ ഇപ്പോൾ ലോൺ ഒരാഴ്ച മുമ്പേ വെട്ടിയതേ ഉള്ളൂ ഇവിടുത്തെ. അത് കൗൺസിലിൽ നിന്ന് ആൾക്കാർ വന്നത് ഇതെല്ലാം ടേക്ക് കെയർ ചെയ്യും. ഇപ്പോൾ ആ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ലോൺ ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് മൂവ് ചെയ്യാനുണ്ട്. നല്ലൊരു പിന്നെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റും ഒക്കെ വളരെ നല്ല കേട്ടോ. ഈവൻ പാർക്കിലൊക്കെ ആൾക്കാർ എന്തെങ്കിലും കൊണ്ടിട്ടാലും അത് അവര് ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കി വെക്കാൻ നോക്കും. ഓരോ പിന്നൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ കൗൺസിലർ വന്ന് അത് ക്ലിയർ ചെയ്തോളും. പിന്നെ പെറ്റ്സ് ഒക്കെ ഉള്ളവർ ഡയറക്റ്റ്ലി അവരുടെ കയ്യിൽ കാണും. പെറ്റ്സിനെ കൊണ്ട് വോക്ക് ചെയ്യാൻ വരുന്നവർ ഒത്തിരി പേരുണ്ട്. കാരണം ഇവിടെ കൂടുതലും പെറ്റ്സിനെ കൊണ്ട് നടക്കുന്നവർ ഒത്തിരി പേരെ കാണാറുണ്ട്. അവരിപ്പോൾ പെറ്റ്സ് ഒക്കെ ആപ്പ് ഇട്ട് കഴിഞ്ഞാലും അവരത് പ്ലാസ്റ്റിക് കൂടിനകത്തൊക്കെ ആക്കി അത് ഒരു പ്രോപ്പർലി ഡിസ്പോസ് ചെയ്യും. പക്ഷെ ഇത് ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ. മോസ്റ്റ്ലി അതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടേക്കുന്നത്. ഓടിക്കോ റൺ 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 റൺ. വാ വാ വാ. അമ്മ അവിടെ റൺ ചെയ്തു. മടുത്തു പോയോ? ഇതെന്ത് റണ്ണ, കുറച്ചല്ലേ റൺ ചെയ്തുള്ളൂ. വാ, നല്ല സ്പീഡിൽ നടന്നേ, ബോഡിയൊക്കെ വാമാട്ടെ. അപ്പനും അമ്മച്ചിയൊക്കെ വന്ന സമയത്ത് അപ്പനും അമ്മച്ചിക്കൊക്കെ ഇതിന് വഴി നടക്കാൻ ഭയങ്കര ഇഷ്ടമായി. ഒരു ഡെയിലി നടക്കും. അവര് രാവിലെ ഇറങ്ങും. ഞാനാ പട്ടി പിടിച്ചിരിക്കുന്ന ആള്. അവര് രണ്ടുപേരും കൂടെ രാവിലെ ഇറങ്ങും. പിന്നെ അവർക്ക് പേടി പട്ടീനെയായിരുന്നു. അപ്പൊ അവനാണ് കയ്യിലൊരു കമ്പൊക്കെ പിടിച്ചോണ്ട് നടക്കും. പട്ടി വരുമോന്നും പേടിച്ച്. പക്ഷെ അവർക്ക് നല്ലൊരു ഇതായിരുന്നു. കാരണം അവര് കഴിഞ്ഞ സമ്മർ ടൈമിൽ ഇവിടെ വന്നത്. അപ്പം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴേ ഇവിടെ അധികം ആൾക്കാരൊന്നും പുറത്ത് കാണാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ നാട്ടിലൊക്കെ അടുത്തുള്ള ആൾക്കാരായിട്ട് വർത്താനം പറഞ്ഞു നമ്മൾ അങ്ങനെ സഹായിച്ചൊക്കെയല്ലേ പോടെ. ഇവിടെ വീട്ടിൽ നിന്ന് പുറത്ത് നോക്കിയാലും ആരും ഇല്ല. അപ്പൊ പറയും ഈ വീട്ടിൽ വീട് മാത്രമേ ഉള്ളൂ, ഈ വീട്ടിൽ ആൾക്കാരൊന്നും ഇല്ലെന്നാ ചോദിക്കുന്നത്. ഒരു മരം കഴിഞ്ഞിടയ്ക്ക് കാറ്റത്ത് പോയതാണ്. ഇത് ഫുള്ള് ഒരെണ്ണം അങ്ങോടെ പോയിട്ടുണ്ട്. ഇടയ്ക്ക് നല്ല കാറ്റ് വരും. ഒത്തിരി പഴയ മരങ്ങളാണ്, നിറച്ച് മരങ്ങളാ. അത് വലിയ വലിയ എന്താ പറയാ തടിയുള്ള മരങ്ങളാ. ഇത് കണ്ടോ, നേരെ കാണുന്നുണ്ടോ തേയില എല്ലാം ഉണങ്ങി നിൽക്കുന്നു. ഉണങ്ങിയാന്നു, മൊത്തം ഉണങ്ങിപ്പോയി. ചിലപ്പോൾ ഇടിവെട്ടി വല്ലതും ആയിരിക്കുന്നു. അത് മാത്രമല്ല
ഇപ്പൊ വിന്റർ കഴിഞ്ഞല്ലേ, അപ്പൊ അതിന്റെയും കൂടെ കാണും ഇച്ചിരിയും കൂടെ എന്താ പറയണേ ആയി കഴിയുമ്പോ. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഇതെല്ലാം അങ്ങ് ഉണങ്ങിയ മരങ്ങളാ ആ സൈഡിൽ നിൽക്കുന്നതൊക്കെ. ഇവിടെ കടലുള്ളത് കൊണ്ട് ഈവൻ നമ്മുടെ സൺസെറ്റിന്റെ സമയത്ത് നമ്മൾ വന്നു നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് മൈൻഡ് ഒക്കെ ആകാൻ വേണ്ടിട്ട് റിലാക്സ് ആകാൻ പറ്റും. പിന്നെ വൈകുന്നേരം എല്ലാരും കൂടെ ഒരുമിച്ചുള്ള സമയത്ത് ഇങ്ങനെ ഒരു പോക്ക് നല്ല കാര്യം. ഞങ്ങൾ ഇങ്ങനെ കുറെ നാളായിട്ട് ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം സമ്മർ ആയതുകൊണ്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ എക്സസൈസും ചെറിയൊരു ക്രീക്ക് ഉണ്ട് കേട്ടോ. ചെറിയൊരു ബ്രിഡ്ജുണ്ട്, നല്ല രസമാണ്. നമ്മുടെ ഉള്ളിൽ കയറി നമുക്ക് പെട്ടെന്ന് റിസർവിൽ ഇങ്ങോട്ടും അങ്ങോട്ട് മാറി. ഈ ഏരിയയിലോട്ട് വരുമ്പോ നമ്മുടെ നാട്ടിലെ ചെമ്പകത്തിന്റെ മണ, അത് ചില മരത്തിന് അതിന്റെ പൂക്കളുടെ ഒരു പ്രത്യേക മണമുണ്ട്. നാട്ടിലെ ആ ചെമ്പകപ്പൂവിന്റെ ഒരു മണ. നോക്കി എന്തില്ല മരങ്ങളൊക്കെയാണ് നോക്കി. നീ എന്താ ദീപ നിന്റെ സൈക്കിൾ എടുക്കാറുണ്ട് ദീപ? ഇന്ന് നോക്കിയേ, അതിന് വീലുള്ളതല്ലേ, ട്രെയിനിങ് വീൽസ് ഉള്ളതല്ലേ, അതുകൊണ്ട് നീ എന്താ എടുക്കായിരുന്നു? നെക്സ്റ്റ് ടൈം എടുക്കോ? പഠിപ്പിച്ചിട്ട് വേണോ? ഇതൊക്കെ പഠിപ്പിക്കണോ? എന്നെ കയറ്റിയിരുത്തി ഓടിപ്പിച്ചിട്ടുള്ളത് അച്ഛാ. ഇത് നമുക്ക് ആ ബേയിലേക്ക് നടക്കാനുള്ളൊരു സ്റ്റെപ്സാണ് ഇവിടുന്ന് റോട്ടിൽ നിന്ന്. ഇതുണ്ട് സ്റ്റെപ്സിൽ എഴുതി വെച്ചിരുന്നുണ്ട് ഓരോരോ വേർഡ്സ്. ഹോണസ്റ്റി, ഹെൽപ്ഫുൾനെസ്, ഗ്രേസ്, ഗുഡ് വിൽ, ജെന്റിൽനെസ്, അങ്ങനെ എല്ലാ സ്റ്റെപ്സിലും ഇങ്ങനെ ഓരോ വേർഡ്സ് എഴുതി. Did you see all those words written on each steps? Yeah, I like the word creativity. You like the word creativity? Yeah, because I use my motifs. Oh, okay. ബാ പെട്ടെന്ന് വാ. നീ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യണം. എത്ര വരെ കൗണ്ട് ചെയ്ത് തന്നിട്ട്? 24ന്റെ മുകളിലുണ്ടല്ലോ. ഡ്രിങ്ക് ബോട്ടിൽ എടുത്തിട്ടുള്ളത് തന്നെ. Okay, drink water now, then we will walk again. All right. Water ആണോ? വാട്ടർ കുടിച്ചോ? അത് കേറട്ടെ കേറട്ടെ. ഹലോ പറഞ്ഞ ജീവ, ഹലോ പറ. തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ്. കുറച്ച് വോക്ക് ചെയ്തു. ആദ്യത്തെ വോക്ക് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി തണുത്ത കാറ്റും കൂടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാം കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. നമ്മള് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ ഇരുന്ന് കഴിച്ച് റിലാക്സ് ചെയ്തൊക്കെ പോകാം. ഞങ്ങൾ ഈവനിങ് വോക്ക് ആയതുകൊണ്ടൊന്നും എടുത്തില്ല. ഇപ്പം മടുത്തോ? ഇപ്പം മടുപ്പല്ല. വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാം, വീട്ടിൽ നിന്ന് ജ്യൂസ് കുടിക്കാം. ഓക്കെ, വീട്ടിൽ നിന്ന് ജ്യൂസ് കുടിക്കാം. ഓൾറൈറ്റ്. ഈ പുല്ലിൽ നിൽക്കുന്ന ഈ മഞ്ഞ മഞ്ഞ പൂക്കള് കാണാൻ നല്ല ഭംഗിയല്ലേ? ജസ്റ്റ് പുല്ലിക്കൂടെ വരുന്ന പൂക്കളാണ് മഞ്ഞയും വെള്ളയും കളറ്. നല്ല ഭംഗിയുള്ള പൂക്കള്. തിരിച്ചു വന്നപ്പോ ദിവ്യ എനിക്ക് പണി തന്നു. അവൾക്ക് ടയേർഡായ അവള് എന്റെ തോളത്ത് കയറി.
ഇവളെ പൊക്കിക്കൊണ്ട് വേണം ഇനി നടക്കാൻ. കണ്ടോ കണ്ടോ കടല് കണ്ടിട്ട് എത്ര നാളായി. ഏലോ ഏലോ ഏലേലോ. Mama, then can we go home and get our boat and come back and go? നമ്മുടെ കടല് കണ്ടോ? കടലിൽ ആക്ച്വലി വെള്ളമില്ല, വെള്ളം കുറവാണ്. അല്ലെങ്കിൽ അത് ഇങ്ങ് വരെ വെള്ളം നിൽക്കുന്നതാണ്. അവിടെ ഉൾക്കടലായതുകൊണ്ട് അധികം ആഴമില്ല. പിന്നെ നിങ്ങൾക്ക് കാണാം സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഒരു ചെറിയ ഒരു വ്യൂ അവിടെ ഉണ്ട്. സൂര്യൻ അസ്തമിക്കുന്ന ഒരു ദൃശ്യം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. I got a seashell. You got a seashell. I'm picking up more. Ah. സൗണ്ട് കേൾക്കണം. സീഷെല്ലിന്റെ അകത്തോട് ചെവി വെച്ച് നോക്കുമ്പോ No, there's nothing. അത് ബിഗ് ഷെല്ലിനാണ്. There's some big shells. I'm picking up and bringing them back home. നല്ല രസം അവിടെ വൈകുന്നേരം വന്നിരിക്കും. ഞാൻ പറഞ്ഞു ഇതവിടെ ബൈക്ക് വെച്ചിരുന്ന സ്ഥലത്ത് അവിടെ ഒരു ബെഞ്ച് ഉണ്ട്. അവിടെ വന്നിരുന്ന് ഇങ്ങനെ സൂര്യാസ്തമനം കാണാൻ നല്ല രസമാണ്. ഇപ്പൊ സമ്മറൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഈ പിള്ളേരെ കൊണ്ടൊക്കെ നടക്കാനൊക്കെ ഇറങ്ങാനും അവർക്കൊരു ആക്ടിവിറ്റി. ഈ ഗ്രൗണ്ടിൽ വന്ന് ഫുട്ബോളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സൈക്ലിംഗ് ഒക്കെ ആയിട്ട് ഇത് ചെറിയൊരു ഡെയിലി എക്സസൈസ്. ഇന്റർനെറ്റും പറ്റില്ല, നല്ല തണുപ്പായിരിക്കും. നമ്മളൊക്കെ നല്ല തണുപ്പും. And look at the shell. Jan wants to get some seashells because he wants to put it in his collection. കളക്ഷൻ ബോക്സിൽ വെക്കും. ഓക്കെ, Okay. റൈറ്റ്. I need to wash them first. You have to wash them first. Then you can put it in the collection. അപ്പൊ ചെറുതായിട്ട് നമ്മുടെ ലൈറ്റ് ഒക്കെ പോയി തുടങ്ങി, രാത്രിയായി തുടങ്ങി. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞല്ലേ? എൻജോയ് ചെയ്യണം. നെക്സ്റ്റ് ടൈം നമുക്ക് ഫുട്ബോൾ ഒക്കെ എടുത്തോണ്ട് വരണം കേട്ടോ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ടൈം പ്ലേ ചെയ്യാനൊക്കെ ദിവ ദിവയുടെ ബൈക്ക് എടുത്തോണ്ട് വരണോ നെക്സ്റ്റ് ടൈം. ഓൾറൈറ്റ്, ഓക്കെ, ഗുഡ്. You should train. It's more time and you'll get the coffee. ഓക്കെ, കോഫി ഒക്കെ വാങ്ങിച്ചു. കോഫി. ഓക്കെ, എന്നപ്പോ എല്ലാവരും ഒരു ബൈ പറഞ്ഞേ. അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ കമന്റ്സ് ഇടാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലേ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.